അപ്പോൾ ഇന്നാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. നമ്മൾ രാവിലെ 10 മണിക്ക് എഴുന്നേറ്റ് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാം ക്ലോസ് ചെയ്തു, എല്ലാം ടച്ച് ബോട്ടെ വെട്ടി പാക്ക് ചെയ്തു. നമ്മൾ ഇറങ്ങുന്നു. വിഷമമുണ്ടോ റീറ്റയ്ക്ക്? ഉറക്കം വരുന്ന ജിക്ക് വിഷമമുണ്ടോ? ഇല്ല, നമ്മൾ നാട്ടിൽ പോയിട്ട് ഇനി പണിയെടുക്കാനുള്ളതല്ലേ. ഇന്ന് അവസാനത്തെ ദിവസം ആയതുകൊണ്ട് രാമേശ്വരത്ത് വന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. എന്തോന്ന് ദോശയും കറിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും വേറെ ഒന്നും വരണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ ഫുഡ് കഴിക്കാം. ഇന്ന് നമ്മൾ നാട്ടിൽ പോകുന്നോണ്ട് ഞങ്ങൾക്ക് എന്തായാലും രാത്രിയാ ട്രെയിൻ. അപ്പൊ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുടിക്കാന്ന് കഴിച്ചതിന് ശേഷം. ഞാൻ എന്താ കുടിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, എന്താ കുടിക്കുന്നേ? ലെമൺ സോഡ കുടിക്കാം. മസാല സോഡയാ കുടിക്കും. ട്രെയിനിൽ വെച്ച് കാണാം നമുക്ക്. ഞാനാണെങ്കിൽ ലൈം സോഡ കുടിക്കാന്ന് വിചാരിച്ചു. ലൈം സോഡ കുടിച്ചാൽ ഫുഡ് ദഹിക്കും. ഇന്ന് നമ്മൾ പോകുന്നതുകൊണ്ട് ഇവിടെ നമ്മളൊരു സാധനം മിസ് ചെയ്ത്. ബാംഗ്ലൂർ പാലസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന് ഗൈസ്. ഹോട്ടൽ കണ്ടിട്ട് വന്നതാണ്. വന്നപ്പോ ഇത്ര ഭംഗിയാന്ന് നമ്മൾ അറിയുന്നത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഭയങ്കര വെയില്. ശരിക്കും പറഞ്ഞത് ഈവനിങ്ങാ, എന്നിട്ടും വെയില്. സാധനം കാണാൻ നല്ല രസമുണ്ട്. എന്റെ കൂടെ വരുന്ന ആള് അന്തയാണ്. നമ്മൾ കുറച്ച് പീസ്ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ട്രെയിൻ ഉണ്ട്. അതിന് മുന്നേ നമ്മൾ ചുമ്മാ കബോൺ പാർക്കിൽ വന്നു. നമ്മൾ ബാംഗ്ലൂർ വിടുന്നതിന് മുന്നേ ഒരു സ്പെഷ്യൽ സ്ഥലത്തൂടെ പോകാമെന്ന് വിചാരിച്ചു. മക്ക കഫേ. ഇവിടെ നമ്മൾ സമോസ കഴിക്കാനാണ് വന്നത്. എന്താ ചിക്കൻ സമൂസ സ്പെഷ്യൽ ആണോ? യെസ്. ചായ ഏതാ? ചായ, കട്ടൻ ചായ, ബൂസ്. കിട്ടില്ല സമൂസ. എല്ലാരും ബാംഗ്ലൂരിൽ വന്നാൽ ഇവിടെ മക്ക കഫേയിൽ വരേണ്ടതാണ്. ശരിക്കും സ്ഥലത്തിന്റെ പേരറിയോ? മക്ക കഫേ. മക്ക കഫേ എന്ന് അടിച്ചിട്ട് വന്ന് നോക്കാം. ട്രൈ ചെയ്യേണ്ട ബെസ്റ്റ് സമൂസ. നല്ല സുഖം ഗൈസ്. പണ്ടത്തെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്ന വൈബല്ലേ. ശരിക്കും നല്ല വൈബുള്ള സ്ഥലം. ഗൈസ് എന്റെ വീഡിയോ ഇരുന്ന് കാണുന്നു. എവിടെ നോക്കുമ്പോ എന്റെ വീഡിയോ ഇരുന്ന് കാണുന്നു. ഞാൻ പോലും കണ്ടില്ല ആ വീഡിയോ. ഗൈസ് നമ്മളിവിടെ ചായ കുടിക്കാൻ വന്നപ്പോ മീറ്റ് ചെയ്ത അവരെ. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പോവാണ്. നല്ല നിമിഷങ്ങളാണ് ബാംഗ്ലൂരിൽ ഞങ്ങൾ പങ്കുവെച്ചത്. ശരിക്കും പറഞ്ഞാൽ പോവാൻ മനസ്സില്ല. കുറച്ചധികം ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോണം. ഓക്കെ ബൈ. Have a good trip. Thank you. Bye. God bless you guys. You should come to Trivandrum and call me. Sure, I'll come and call you. Bye. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ശരിക്കും ഇവിടെ നിന്ന് പോകുമ്പോ സങ്കടം വരുന്നുണ്ടല്ലേ ചേച്ചി? ശരിക്കും നല്ല വിഷമമുണ്ട്. എന്ന് വെച്ചാൽ കുറെ പെട്ടെന്ന് ദിവസം പോയി പെട്ടെന്ന് എല്ലാം തീർന്ന് പെട്ടെന്ന് നമ്മള് ക്ലാസ്സിൽ പോകും. വീട്ടിൽ പോവാണോ? സത്യം പറഞ്ഞ ചെറിയൊരു എവിടെയോ ഒരു വിഷമം. കുറച്ച് ഒരാഴ്ച മകത്തിന് വിഷമമുണ്ട്. ഒരാഴ്ച കൂടെ നിന്നിരുന്നെങ്കിൽ നിന്റെ അഭിപ്രായം എന്താ? ഒരാഴ്ച കൂടെ നിന്നിരുന്നെങ്കിൽ കുറച്ച് കൂടുതൽ നമ്മൾ പഠിച്ചേ. ഞങ്ങളിവിടെ പഠിക്കാനാ വന്നത്. ഇവിടെ നമ്മള് സത്യ ആക്ച്വലി നല്ല ആൾക്കാര്. ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ടൈം ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ഇങ്ങനെ കമ്പനിയായി. ലൈക്ക് നല്ലതായിരുന്നു. നമുക്കാണെങ്കിലില്ലേ ട്രെയിന് 10 മണിക്ക് ഇപ്പൊ 9:30. ഫുഡ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചപ്പോ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. വേറെ വഴിയില്ല. ഗൈസ് അങ്ങനെ ഞാനും ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഗൈസ് വണ്ടർലയിലെ ആ തരിപ്പിൽ പെട്ടെന്ന് എല്ലാ റൈഡിലും കയറി വന്നപ്പോഴാ വയസ്സ് ഇവിടെ വേനിക്കുന്നു എല്ലാ സ്ഥലത്തും വേനിക്കുന്നു. 2 ദിവസം കൊച്ചി നിന്നേ ഉള്ളൂ. അമ്മയുടെ ഫുഡ് കഴിക്കാണ്ട് ഭയങ്കര മിസ്സിങ്.
എത്ര ശ്രമിച്ചിട്ട് എന്നെ കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഞാൻ ബെഡിൽ തന്നെ പോകുന്നു. ഉറക്കം വന്നിട്ട് വയ്യ. അടുത്ത ഫണ്ണ്, ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിനകത്ത് വന്നു. അപ്പൊ ബ്രഷ് ഇവിടെ ഇല്ല, അത് കാറിനകത്ത് ബാഗിനകത്ത് ഇരിക്കുന്നു ഗൈസ്. ദാറ്റ് മീൻസ് നമ്മൾ ബ്രഷും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, നമ്മൾ വീണ്ടും കിടന്ന് ഉറങ്ങണം എന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെ ഗൈസ് 12 മണിക്കൂറത്തെ ഉറക്കത്തിന് ശേഷം ഇപ്പോഴാണ് എഴുന്നേറ്റത്. ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ നമ്മളെത്തി ഗൈസ്. ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. എന്നെ അച്ചാച്ചന്മാരെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. വന്നോ എന്തോ ദൈവത്തിനറിയാം. കാറ് ഞാനും മാത്രം ഇവിടെ ഒറ്റയ്ക്ക്. എന്നെ വിളിക്കാൻ വരും ഗൈസ്. ഇപ്പൊ 4:03 ഞാൻ ഇപ്പൊ താഴെ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് അറിയാമോ? അമ്മ സ്നേഹത്തോടെ ഫുഡ് വരുത്ത്. ഗൈസ്, നിങ്ങളിപ്പോൾ അബിൻ ചേട്ടനെ കുറച്ച് പ്രോ സ്കിൽസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വീട്ടിൽ ഇരുന്ന് ബോറടിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണിച്ച് കൂട്ടുകയാണ് ഞാനിവിടെ. കണ്ട ഗൈസ്, ഇതാണ് കാണുന്ന സ്കിൽസ്. ഞാൻ ബോറടിച്ച് എന്തൊക്കെ കൂട്ടുവാണ്. എവിടേക്കും ഈ സാധനം കണ്ടോ? ഈ സാധനത്തിനെ വലിച്ച് അമ്മ കാണാതെ കൊണ്ടുവരണം, അല്ലെങ്കിൽ വഴക്ക് കിട്ടും. ഓ, ഇവിടെ വെക്കണം. എന്നിട്ട് നമ്മുടെ ബോൾ എടുത്തിട്ട് ഇതിനകത്ത് അടിക്കണം. ഗൈസ്, സക്സസ്ഫുള്ളി ഇന്നത്തെ വട്ടത്തെ മൂഞ്ചി. ഇന്നിപ്പോൾ രാത്രിയാവും, ഈ ഡേ ഇന്ന് തീരും. ഒരു ഡേ പോയ പോക്ക്, അത് വൈകുന്നേരം വരെ ഉറങ്ങുന്നുള്ള തെറ്റ്. രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അനിയത്തി വന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ട് പോയതുപോലെ ഉണ്ടല്ലോ. ഓ, പോയതുപോലെ തന്നെ ഉണ്ട് ശരിക്കും. ഞാൻ ഉറക്കുന്നു. ഞാൻ 12 മണിക്കൂർ ഉറങ്ങി. ബാംഗ്ലൂരിൽ ഇറങ്ങിയിട്ട് ട്രിവാൻഡ്രത്തിലാണ് എണീറ്റത്. 12 hours ഉറങ്ങി ഗൈസ്. ആൻഡ് ഫൈനലി ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഗൈസ്, ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. ഐ ആം ലോൺലി. ഇല്ല, അവരിപ്പോൾ വരും. എല്ലാവരും ഇപ്പോൾ വരും. എനിക്ക് തരാൻ പോലും ആരില്ല ഗൈസ്. എന്നാലും വീട്ടിലെത്തിയപ്പോൾ ഒരു സുഖം ഗൈസ്. പക്ഷെ ഇവിടെ ചൂടുണ്ട്, അവിടെ തണുപ്പാണ്. ചാവി എവിടെ വെച്ചെന്ന് പറഞ്ഞു. എന്താ സുഖം വീട് കണ്ടപ്പോ ഗൈസ്. ഞാൻ ഒരാഴ്ച ഇല്ലായിരുന്നു, 1 week ഇവിടെ ഇല്ലായിരുന്നു ഗൈസ്. സുഖം. പക്ഷെ വീട്ടിലാരില്ല, മറ്റേ മനുഷ്യരില്ല, ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അവരിപ്പോ വരും. ഇപ്പൊ വരുമ്പോ നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ഞാൻ എത്തി, ഇപ്പൊ എത്തി. വന്നപ്പോ വീട്ടിലാരും ഇല്ല. വീടൊക്കെ ഇച്ചിരി ചോറ് തരുമോ? ചോറ് തരാമല്ലോ. മീന് ഉള്ളി മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ മീന് പൊള്ളിച്ച് തരാം. എന്ത് വേണം? എന്തെങ്കിലൊക്കെ ഇത്തിരി തന്നാ മതി. വിശക്കണല്ലേ? കിട്ടിയില്ലേ ചോറൊന്നും അവിടെ ചോറ് ഞാൻ ഒരു ദിവസം കഴിച്ച്. ശരിയായില്ലേ? പക്ഷെ വീട്ടിലത്തെ പോലെ ആവൂലല്ലോ. അതല്ലേ വിഷയം. പിന്നെ അമ്മ എന്തിനാ ഇരിക്കണു ഇവിടെ? ചോറ് തരാനല്ലേ ഇരിക്കണ്. വാ, ചോറ് തരാം. ഗൈസ്, അങ്ങനെ ഒരാഴ്ച ഒരു ശല്യം ഇല്ലായിരുന്നു. വീട്ടിൽ വന്നപ്പോ എന്തൊക്കെയാ കൊണ്ടുവന്നേട്ടാ? എന്തോ കൊണ്ടുവന്നാ? ഫസ്റ്റ് നിനക്ക് വേണോ അച്ചാച്ചന് കൊടുക്കണം? ഫസ്റ്റ് വാവയ്ക്ക് ഇല്ലേ? നിനക്കാ വേണം? എന്ത് കൊണ്ടുവന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്ന്? വീഡിയോ കണ്ട്, വലിയ വീഡിയോ കണ്ട്. ഞാൻ നിനക്ക് വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞു തന്നു. മറന്നുപോയി. വാവയ്ക്ക് വേണ്ടി ഞാൻ ഇതാണോ ഷിൻചാൻ? ഞാൻ ആദ്യമായിട്ടാണ് ഷിൻചാനെ കാണുന്നത്. ഇതാണ് ഷിൻചാൻ. ഇതിന്റെ ഷിൻചാന്റെ അനിയത്തിന്റെ പേരെന്തോന്ന്? ഹിമാബാലി. ഇതൊരു ക്യാരക്ടർ, കാർട്ടൂൺ ക്യാരക്ടർ. ശരി ശരി. പിന്നെ ഇത്രയും തന്നെ ഇല്ല. വാവയ്ക്ക് ഇതിലെന്തൊക്കെ ഉണ്ടോ നോക്ക്. മെസ്സി ഗോട്ട്. കൊണ്ടുപോ. നെക്സ്റ്റ് അബിന്റെ ജാക്കറ്റ്. ഇവൻ ഞാൻ കഴിഞ്ഞ തവണ സീൻ ജാക്കറ്റ് ഏട്ടാ, സീൻ ജാക്കറ്റ്. ആനയുടെ സെലക്ഷൻ എങ്ങനെ?
ഇതിട്ടിട്ട് പള്ളി ആനി സെലക്ഷൻ ഈസ് വെരി വെരി ഗുഡ്. കൊള്ളാം കേട്ടാ. അടുത്ത് ജോഷ് ചേട്ടന് വേറെ വെറൈറ്റി. ഇത് ജാക്കറ്റ് എടുത്തപ്പോ ജോഷ് ചേട്ടന് ഞാൻ വേറെ കിട്ടുന്ന ഷർട്ട് കേട്ടാ. കൊള്ളാമാ? ഇഷ്ടപ്പെട്ടു ജോഷ് ചേട്ടൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ടു. ഇത് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് അറിയോ? ഇതൊക്കെ എനിക്ക് ഇടാം. ഇവരെ സൈസാണ് എന്റെ സൈസ്. കൊള്ളാം കേട്ടാ. ഈ പാന്റിലൂടെ നല്ലോണം ചേരുന്നു. നല്ല കോമ്പിനേഷൻ. പിന്നെ ഞാൻ അമ്മയ്ക്കൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഇതിങ്ങനെ ഇളക്കാൻ പറ്റും. ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇത് ഇളക്കാൻ പറ്റുന്നില്ല. ഇത് ഇളക്കാനല്ലേ, ഇത് തൂക്കിയിടാൻ. ഇതിപ്പോ നമ്മള് ട്രിപ്പ് പോയ എന്തെങ്കിലും മേടിച്ചിട്ട് റൂളായി കേട്ടാ. ശരിയാണ്. അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നു നിനക്ക് വേണ്ടി എന്ത് മേടിക്കണമെന്ന്. ശരി, അപ്പൊ എല്ലാം എനിക്ക്. നിന്റെ ടീഷർട്ടാ? ഇവന്റെ ടീഷർട്ട് എനിക്കിടാം ഗൈസ്. ഇത് എനിക്കിടാം, എന്റെ സൈസ്. ഗോവ വന്നപ്പോ ഫസ്റ്റ് ഡേ ഇട്ടിരുന്ന ടീഷർട്ട് ആനിയുടെയാണ് വാവ ഇട്ടിരുന്നത്. അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവനെ കളിയാക്കണേ. വാവ മിക്കപ്പോഴും ഇടുന്നത് എന്റെ ക്രോപ്പ് ടോപ്പ് ആണ്. അയ്യേ, നീ പെണ്ണുങ്ങളെ ഡ്രസ്സാണ് ഇടുന്നത്. അപ്പൊ ഗൈസ്, ആനി ട്രിപ്പ് പോയപ്പോ നമ്മളും ട്രിപ്പ് പോയല്ല. അപ്പൊ നമ്മള് വാവയ്ക്കൊരു സാധനം കൊണ്ടുവന്ന് എന്ത് സാധനം? കന്യാക്രാഷ് നിനക്ക് വലിയ പഴം. നീ ഒരു പഴം വാവേ നോക്ക്. അവ ചിഞ്ചാര താഴെ വെള്ളത്തിന് മുകളിൽ ഇരുന്ന് ഇതിന്റെ മുകളിൽ ഇങ്ങനെ കയറി ഇരുന്നത്. ഇങ്ങനെ ഇരുന്നാ മതി. ഇങ്ങനെ ഇരിക്കാം അതിനകത്ത്. ഇങ്ങനെ വെള്ളത്തിലിരുന്ന് പോകാൻ പറ്റും. ഇതെന്താ മെറ്റീരിയൽ? ആർക്കിടെക്ട് ആനി പറയുന്നത് എന്ത് മെറ്റീരിയൽ? ഇത് ക്ലോത്ത് അല്ലേ? അപ്പൊ അടുത്ത ആഴ്ച വാവ ഒരു ടൂർ പോകണ്ടെന്ന് തോന്നുന്നു. വാവ ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെയൊക്കെ സാധനങ്ങള്. എല്ലാരും ട്രിപ്പിൽ തന്നെ. എല്ലാവർക്കും ഇങ്ങനെ സാധനം മേടിച്ചിട്ട് വരണം. നീ വളർന്നാ ഞങ്ങൾക്ക് സാധനങ്ങൾ മേടിച്ചോണ്ട് വരണം. അവരുടെ ടൂർ ബഡ്ജറ്റ് 500, സാധനം മേടിക്കുന്ന ബഡ്ജറ്റ് 1000. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അടിച്ചിട്ടാ. ബൈ. ഫുട്ബോൾ ഇത് ഫുട്ബോൾ അല്ലടാ. ഇത് ഫുട്ബോൾ അല്ലടാ.